ശ്രീ വി.പി. പത്മനാഭൻ, ഇവിടെ CMRL എക്സാലോജിക് കമ്പനി ഇടപാടുകൾ സംബന്ധിച്ചുള്ള നാൾവഴികൾ പരിശോധിക്കുകയാണെങ്കിൽ കുറേയേറെ നാളായി. അവിടെ ഏറ്റവും നിർണായകമായത് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലായിരുന്നു, തുടർന്നുള്ള ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ തീർപ്പിലും. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഇതിലാരൊക്കെയാണ് ഭാഗഭാക്കായത് എന്നുള്ളത് ഉയർന്നു വന്നത്. അവിടെ വീണ വിജയന് CMRL എന്തിന് പണം കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഗൗരവതരമായ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. കാരണം കൃത്യമായി പറഞ്ഞാൽ ഫ്രോഡിൻ്റെ പരിധിയിൽ വരുന്ന, അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ പരിധിയിൽ വരുന്ന ഒരു നടപടിയാണ് CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അത്തരത്തിലൊരു സ്വാധീന ശക്തി ആയതുകൊണ്ടാണ് വീണ വിജയന് ഇത്രയധികം തുക, കോടിക്കണക്കിന് രൂപ 2.7 കോടി എന്ന് പറയുന്ന ഒരു മൂല്യം കൈമാറാൻ തന്നെ അവർ തയ്യാറായത്. നിലവിലെ അന്വേഷണം SFIO കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുഖേനയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം തീരേണ്ടുന്ന ഒരു കേസാണോ? കൂടുതൽ അന്വേഷണങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ED തലത്തിലുള്ള അന്വേഷണം, ഈ പണം കൈമാറിയത് എന്തിനാണ്, അല്ലെങ്കിൽ ഈ പണം സ്വീകരിച്ചുകൊണ്ട് അവർ വഴിവിട്ട എന്തെല്ലാം നീക്കങ്ങൾ നടത്തി, ഭരണ ദുർവിനിയോഗം നടത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഇനിയുള്ള അടുത്ത ഘട്ടം കടക്കേണ്ടതല്ലേ? അല്ല, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപട്ടികയിൽ ചേർത്തു എന്നുള്ളതാണ്. അങ്ങനെ ചേർത്തതിന് ശേഷം കമ്പനികാര്യ മന്ത്രാലയത്തോട് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ചോദിക്കുകയും അങ്ങനെ അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ SFIO ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അന്വേഷണം ആരംഭിക്കാനുള്ള കാരണം എന്താണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ പുറത്തു വന്നു. ആ ഓർഡറിൽ അന്ന് 1,70,00,000 രൂപയോളം ഈ എക്സാലോജിക് കമ്പനിക്ക് വീണയ്ക്ക് ഇവിടെ നിന്നും, അതായത് CMRL നിന്നും കൊടുത്തതായി കണ്ടെത്തിയ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് ഇത് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഫീസ് ഫോർ സർവീസ് റെൻഡേഡ്, സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അന്വേഷണത്തിൽ എന്ത് സേവനമാണ് നടത്തിയത്, അവർ നിങ്ങൾക്ക് നടത്തി തന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ, അവരെ ബോധ്യപ്പെടുത്താൻ CMRL സാധ്യമല്ലാത്ത വന്നപ്പോൾ ഇത് ഒരു സേവനത്തിന് കൊടുത്ത ഫീസ് അല്ല, ഇത് നിങ്ങൾ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊടുത്ത പൈസയായിട്ട് കണക്കാക്കി അത് ടാക്സ് ചെയ്തു. അത് ടാക്സ് ചെയ്തപ്പോൾ അതിന്റെ മുകളിൽ പിന്നെ തടസ്സവാദങ്ങൾ ഉണ്ടായി. അവസാനം അത് സെറ്റിൽമെന്റ് ആയപ്പോൾ അത് ഒരു സർവീസിന് കൊടുത്ത ചാർജ് അല്ല, ഒരു യഥാർത്ഥ സേവനത്തിന് കൊടുത്ത പ്രതിഫലമല്ല എന്ന വാദം CMRL അംഗീകരിച്ച് സെറ്റിലാക്കി. എന്നിട്ട് നികുതിയും അടച്ചു. ഇത് പുറത്തു വന്നപ്പോഴാണ് ഇത് ഒരു കമ്പനി വേറൊരു കമ്പനിയിൽ നിന്നും ഒരു സേവനവും കൈപ്പറ്റാതെ പൈസ വാങ്ങുന്നു എന്നുള്ളത് ഒരു ഫ്രോഡലന്റ് ഡീലിങ്സ് ആണ് എന്ന പരാതി വരികയും അതിൽ SFIOയുടെ അന്വേഷണം വരികയും, ആ SFIOന്റെ ഫുൾ ഫോം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് എന്നാണ്. അതിൽ IPS ഉദ്യോഗസ്ഥരുണ്ട്, IRS ഉദ്യോഗസ്ഥന്മാരുണ്ട്, കമ്പനി ലോ ബോർഡ് മെമ്പർമാരുണ്ട്. പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. ഇപ്പൊ ED പോലെ ഒരു അന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് ഇവരെയൊക്കെ പ്രതിപട്ടികയിൽ ചേർത്തപ്പോൾ അവർക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ, കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി എന്താ പറയാ, ഇവരുടെ സർക്കാരിന്റെ സാങ്ഷൻ വേണം. ഇപ്പൊ സർക്കാർ സാങ്ഷൻ കൊടുത്തു. ഇനി അവര് കൂടുതൽ തെളിവ് ശേഖരിച്ച് ഇത് മൊത്തം കുറ്റപത്രമായി ഇതിന്റെ എക്കണോമിക് ഒഫൻസ് കോർട്ടിൽ കൊടുക്കും, അല്ലെങ്കിൽ കമ്പനി കോർട്ടിൽ കൊടുക്കും, കമ്പനി കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ കൊടുക്കും. അതൊരു വശത്ത്. ഇപ്പോൾ സാങ്ഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ED അന്വേഷണം ആരംഭിക്കും. കാരണം EDക്ക് അന്വേഷിക്കണമെങ്കിൽ ഒരു FIR വേണം. സാധാ പോലീസ് FIR ആയാലും മതി, പക്ഷെ സാങ്ഷൻ വേണ്ട കേസുകളിൽ സാങ്ഷൻ ഉള്ള ഒരു റിപ്പോർട്ട് വേണം. ഇപ്പൊ ഇവിടെ സാങ്ഷൻ ഉണ്ടായി വന്നു കഴിഞ്ഞു. ഇനി EDക്ക് ഓട്ടോമാറ്റിക്കലി അന്വേഷിക്കാം. ഇവിടെ 2 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പൈസ കിട്ടിയിട്ടില്ല എന്ന് വീണ വിജയനോ അല്ലെങ്കിൽ അവരുടെ കമ്പനിയോ അതുമല്ലെങ്കിൽ CPMകാരോ പറഞ്ഞിട്ടില്ല. പൈസ കിട്ടിയിട്ടുണ്ട്, അത് സേവനത്തിനുള്ള പ്രതിഫലമാണ്. എന്നാൽ എന്താണ് സേവനം എന്ന് ആരെയും ബോധ്യപ്പെടുത്താൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വീണ വിജയനെ സെൻട്രൽ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പത്രത്തിലൊക്കെ വന്നതാണ്.
വീണ വിജയനെ ചെന്നൈയിലോ മറ്റോ വിളിച്ചു വരുത്തി, ബാംഗ്ലൂരാന്ന് തോന്നുന്നു, വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പറയാനുള്ളത് കേട്ടിട്ടുണ്ട്. IT-യുടെ സെറ്റിൽമെന്റ് ഓർഡർ പുറത്തു വന്നപ്പോൾ CPM-കാർ പറഞ്ഞത് വീണയ്ക്ക് പറയേണ്ടത് കേട്ടിട്ടില്ല, വീണയുടെ ഭാഗം കേൾക്കാത്ത ഉത്തരവാണ്. ഇവിടെ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്, സെൻട്രൽ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാ ചോദ്യം ചെയ്തതെന്ന് നമുക്കറിയില്ല, കാരണം അവരും പറയില്ല ഇവരും പറയില്ല. ബാംഗ്ലൂരിൽ വെച്ച് ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്, അത് സത്യമാണ്. അപ്പൊ ഇവിടെ ഒന്ന് പൈസ വാങ്ങിയിട്ടില്ല, അല്ലെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഏറ്റവും കൗതുകരമായ കാര്യം, CMRL എന്ന് പറയുന്ന കമ്പനിയിൽ കേരള ഗവൺമെന്റിന് ഷെയർ ഉണ്ട്. അപ്പൊ കേരള ഗവൺമെന്റിന് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അനാവശ്യമായി പൈസ കൊടുക്കുന്നത്. അപ്പൊ അത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ ഉള്ളിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ED അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യം കളി മാറും. കാരണം അത് പിന്നെ ക്രിമിനൽ പ്രോസിക്യൂഷൻ വരും, ഫ്രോഡ് മാത്രമല്ല ഒരു ഒഫൻസ് വരും, മണി ലോണ്ടറിങ് ചിലപ്പോൾ വന്നേക്കാം. ഏതായാലും വരുന്ന ദിവസങ്ങൾ വളരെ ചടുലമായ രീതിയിലുള്ള അന്വേഷണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഒരു സംവിധാനം മുഴുവൻ കുറ്റം കേൾക്കുകയാണ്. കുറ്റം ചെയ്തൊരു വ്യക്തിയാണ്, പക്ഷെ അതിന്റെ പരാതി കേൾക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത് ഒരു സംവിധാനമാണ്. ഈ സംവിധാനം ഒരു വ്യക്തിക്ക് വേണ്ടി ഇത് മുഴുവൻ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടന്ന് കുറ്റപത്രം ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഫ്രോഡ് കേസിൽ പ്രതിയാക്കി പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവൺമെന്റ് സാങ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ മകളാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് സർക്കാരിന് ഷെയറുള്ള കമ്പനിയിൽ നിന്നാണ് പൈസ വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉചിതമായ നടപടികൾ സ്വയം സ്വീകരിക്കണം. അതാണ് വേണ്ടത്. ശരി.